ദേഷ്യം പിടിക്കാനാണ് നമുക്കിഷ്ടം. എത്ര ഇഷ്ടമില്ലെങ്കിലും എത്ര തലച്ചോറിനോട് പറഞ്ഞിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ചിന്തയാണ്. മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ്. ഷൗക്കത്ത് സാറുടെ സംസാരമധ്യേ മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയല്ല എന്ന് ഒരിക്കലിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെയാണ് അത് വിശദീകരിച്ചപ്പോൾ? ചിന്തിക്കുക എന്നതിനേക്കാൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു എബിലിറ്റി അല്ല ചിന്തിക്കുക എന്ന്. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ചിന്തയാണെന്ന് പറയുമ്പോൾ ചിന്ത നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു എബിലിറ്റി ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്യുന്നവരാണ്. ഇപ്പം നേരത്തെ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ദേഷ്യം പിടിക്കാനാണ് നമുക്കിഷ്ടം. എത്ര ഇഷ്ടമില്ലെങ്കിലും എത്ര തലച്ചോറിനോട് പറഞ്ഞിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. ഇപ്പം ചിന്തിക്കുന്ന ജീവിയാണ് നമ്മളെങ്കിൽ, ചിന്തയാണ് നമ്മളുടെ ബോധത്തെ ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ദേഷ്യം പിടിക്കില്ല. കാരണം ചിന്തയ്ക്ക് നന്നായിട്ടറിയാം ദേഷ്യം പിടിക്കൽ സമാധാനം തരില്ല എന്ന്. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ആഡഡ് എബിലിറ്റി പോലെയാണെന്നാണ്. ചിന്ത ബ്രെയിനിൻ്റെ എബിലിറ്റി തന്നെയാണ്, പക്ഷെ ഒരു ഏച്ച് കിട്ടിയ ഒരു കഴിവ് പോലെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് കൂടുതൽ ഇഷ്ടം, കൂടുതൽ നാച്ചുറലാകുമ്പോഴൊക്കെ നമ്മൾ അത്ര കൊള്ളാവുന്നവരായിട്ടല്ല അത് പെരുമാറുന്നത്. അതെന്തിനെങ്കിലും ഏതിനെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് എടുത്തു പറയേണ്ടി വന്നത്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യൻ, നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, ഒന്ന് മനുഷ്യനാവടോ താൻ. എന്തുകൊണ്ട് ഒരു നായയോട് നമ്മളൊരു നായയാവടോ താൻ എന്ന് പറയുന്നില്ലല്ലോ. ഒരു പൂച്ചയോട് പൂച്ചയാവടോ താൻ എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് മനുഷ്യരോട് ഒരു മനുഷ്യനാവടോ എന്ന് പറയുന്നത്? നമ്മൾ മനുഷ്യരായിട്ടല്ല ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഇനി മനുഷ്യനെന്ന ഈ ശരീരത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട മറ്റൊരു ഭാവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാത്തത് കൊണ്ടാണ് ഇയാൾ എന്തൊരു മനുഷ്യനാ, നിനക്കൊരു മനുഷ്യത്വത്തോടെ പെരുമാറിക്കൂടെ എന്ന് നിരന്തരം നമ്മൾ ചോദിക്കേണ്ടി വരും. നമ്മളോട് പലരും ചോദിക്കുന്നു, നമ്മൾ പലരോടും ചോദിക്കുന്നു. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടണം. നമ്മളോട് ചിന്തിക്കാൻ പറയുകയാണ്. ചിന്തിക്കുന്ന ജീവിയാണെങ്കിൽ പിന്നെ ചിന്തിക്കാൻ പറയണ്ടല്ലോ. നമ്മളെല്ലാവരും നമ്മളെന്താ പറയേണ്ടത്? എടോ, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യ്, ഒന്ന് ചിന്തിച്ചിട്ട് എഴുത്, ചിന്തിച്ചിട്ട് പറ, ചിന്തിച്ചിട്ട് പ്രവർത്തിക്ക്. നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്കൊരു ബുദ്ധിയില്ലേ, നിനക്കതൊന്ന് ചിന്തിച്ച് ചെയ്തൂടെ? ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ല, ഞാൻ ചിന്തിക്കാതെ ചെയ്തു പോയി. ഇതൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ സിസ്റ്റം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം, വളരെ കുറച്ച് കാര്യം മാത്രം. നടക്കുമ്പോൾ പോലും നമ്മൾ പറയും ശ്രദ്ധിച്ച് നടക്കണേ എന്ന്. ശ്രദ്ധ ചിന്തയാണ്. നടക്കുന്ന കാര്യം പോലും ചിന്തിച്ച് ചെയ്യണേ എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ഈ ചിന്ത എന്ന് പറയുന്നത് നാരായണ ഗുരു പറയുകയാണ്, നാച്ചുറലായിട്ട് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു എന്ന് നമ്മുടെ ബ്രെയിനിന് അറിയില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരവരുടെ ആത്മസുഖത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല
എല്ലാവരും അവരവരുടെ സമാധാനത്തിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് ബ്രെയിനിന് അറിയില്ല. ജഗതിയിൽ ഈ മതം ഏകം എന്ന് ചിന്തിച്ച് ഗുരുവായൂർ നമ്മളോടൊന്ന് ചിന്തിക്കാൻ പറയണം. നാച്ചുറലായിട്ട് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കണമെന്നാണ്. പക്ഷെ ഗുരു പറയുന്ന ഒന്ന് ചിന്തിക്ക്, സർവരുടെയും സമാധാനത്തിന് വേണ്ടിയാണ് ഇവിടെ സർവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവരെയും കൂടി നീ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ബ്രെയിനത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഗുരു പറയുന്നത് ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അകമണയാതെ അകതാരമർത്തിടണം. അകം എന്ന് പറയുന്നത് നമ്മുടെ ശീലമാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചുറച്ച കണ്ടീഷൻഡായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിനെയാണ് അകം എന്ന് പറയുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് ഒഴുകി വരാതെ അകതാരമർത്തി ശീലിക്കണം. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷമ. അപ്പോൾ നമ്മൾ നാച്ചുറലി ചിന്തിക്കുന്ന ജീവിയല്ല എന്നും മനനം ചെയ്ത് ശ്രദ്ധയോടെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ മനുഷ്യരായിട്ട് മാറൂ എന്നും ഉള്ളതുകൊണ്ടാണ് മനനശീലമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം മനനശീലത്തിനും ചിന്തയ്ക്കും സാധ്യതയുള്ള ആ ഒരു സാധ്യത നമ്മളുടെ ബ്രെയിനിനോട് ചേർന്നിരിപ്പുള്ള ഒരു ജീവിയാണ് നമ്മളെന്ന് പറയാം. പക്ഷെ ചിന്തിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ പല പ്രവൃത്തികളും ശ്രദ്ധിച്ചാൽ, പല പെരുമാറ്റങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചിന്തിച്ചിട്ടല്ല, വിവേകത്തോടെയല്ല, മനുഷ്യത്വത്തോടെയല്ല സർവ്വതിനോടും പെരുമാറുന്നതെന്ന് മനസ്സിലാവും. അവരവരോട് നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനായിട്ട് മാറാൻ പറ്റൂ. മനനം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ബോധത്തിൽ ഉണർന്നു വരുന്നതിനെ തടഞ്ഞു നിർത്തി ഇതിലേത് പുറത്തേക്ക് വിട്ടാലാണ് എനിക്കും ചുറ്റുമുള്ളവർക്ക് ഗുണപരമായിട്ട് മാറുക, ഏതിനെ അകത്തടക്കിയാലാണ് എനിക്ക് ചുറ്റും പുറത്തുള്ളവർക്ക് ഗുണപരമായിട്ട് വരിക എന്ന് ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് എനിക്കും ചുറ്റുള്ളവർക്കും സമാധാനം തരുന്നതിനെ മാത്രം പുറത്തേക്ക് ഒഴുക്കിവിട്ട് അല്ലാത്തതിനെ മുഴുവൻ അകത്തടക്കി വെച്ച് കഴിയുന്ന ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മനനശീലൻ. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതുകൊണ്ട് ശരീരത്തിൽ മനുഷ്യരായിരിക്കുന്നുവെങ്കിലും ജീവിതത്തിൽ മനുഷ്യരായിരിക്കുന്നവർ വളരെ കുറവാണ്. നമസ്കാരം.